ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ന്യൂ ഓഡിറ്റിംഗ് ക്ലാസ്. കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കാണ് അല്ലേ. നമ്മൾ ഇതിലൊരു കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. വൗച്ചിങ് ഓഫ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് പർച്ചേസസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് സാലറീസ്, ഡയറക്ടേഴ്സ് ഫീസ്, ട്രാവലേഴ്സ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസസ്, ബിൽസ് പേയബിൾ, ലോൺസ് അഡ്വാൻസ്ഡ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പേയ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ 10 പോയിൻ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് വൺ. 11th പോയിൻ്റാണ് അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതിൽ പറയുന്നത് ദ പേയ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻവോയ്സ് ആൻഡ് റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ ദ സെല്ലർ. സെല്ലർ ഇഷ്യൂ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ ഇൻവോയ്സ് ഒക്കെ വെച്ചിട്ടാണ് എത്രത്തോളം പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വൗച്ച് നടത്തുന്നത്. The auditor should see that the expenses incurred on purchases, carriage and installation charges of the machinery are capitalized and debited to the machinery account. ഇത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചാർജസ്, മെഷീനറി ചാർജസ് ഡെബിറ്റഡ് ടു ദ മെഷീനറി അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. The auditor should examine the minute book and see that the purchase of land and building was made as per board resolution. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെ അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുമ്പോൾ എക്സാമിൻ ദ മിനിറ്റ് ബുക്ക് എക്സാം ചെയ്യുകയും അതുപോലെ തന്നെ ബോർഡിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് അത് വാങ്ങിയിട്ടുള്ളതെന്നും കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി, അതിൻ്റെ അഗ്രിമെൻറ്റ്, ടൈറ്റിൽ ഡീഡ്, അതുപോലെ തന്നെ എത്രത്തോളം എമൗണ്ട് സെല്ലറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ ഉണ്ടാവും. ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് പർച്ചേസ്ഡ് ത്രൂ ആക്ഷണർ ഓർ ആക്ഷണർ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ചെക്ക്. ദ പ്രോപ്പർട്ടി ഈസ് പർച്ചേസ് ത്രൂ എ ബ്രോക്കേഴ്സ് നോട്ടീസ് ഷുഡ് ബി എക്സാമിൻ. ഇപ്പം ലേലം വിളിച്ചിട്ടാണെങ്കിൽ അതങ്ങനെ ചെക്ക് ചെയ്യാം, അതല്ല ബ്രോക്കർ വഴിയാണെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. ഫുൾ തറോ ചെക്ക് ചെയ്തിരിക്കണം. ആൻഡ് ദ എക്സ്പെൻസസ് ഇൻക്ലൂഡ് സച്ച് ആസ് ഓപ്ഷനേഴ്സ് കമ്മീഷൻ, ബ്രോക്കറേജ്. എത്ര എക്സ്പെൻസ് അല്ലേ, ഇപ്പോൾ ലേലം വിളിക്കാൻ എത്ര എക്സ്പെൻസ്, കമ്മീഷൻ വന്നു, ബ്രോക്കറിന് എത്ര രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു, കമ്മീഷൻ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇഫ് ദ ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് മെറ്റീരിയൽസ്, പ്രോപ്പർ അലൊക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വേജസ് ടു ദ ബിൽഡിംഗ് ഈസ് നെസസറി. അതുപോലെ ഇഫ് ദ ബിൽഡിംഗ് ഈസ് ഇറക്റ്റഡ് അണ്ടർ കോൺട്രാക്ട്, ദ ആക്ച്വൽ കോൺട്രാക്ട് ഷുഡ് ബി ചെക്ക് വിത്ത് ടുഗദർ ദ ആർക്കിടെക്ചർ സർട്ടിഫിക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ്. അതിനനുസരിച്ച് നമ്മൾ എത്ര പേയ്മെൻറ്റ്സ് ആണോ പ്രൊവൈഡ് ചെയ്തത്, എന്തെങ്കിലും എക്സ്ട്രാ ഫീസ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വൗച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയുന്നതാണ് പേറ്റൻറ്റ്സ് ആൻഡ് കോപ്പിറൈറ്റ്സ്. പേറ്റൻറ്റ്സ് ആൻഡ് കോപ്പിറൈറ്റ്സ്. In the case of patents and copyright purchase, the auditor should verify the agreement of purchase and receipt acknowledging the payment. അതായത് the agreement of purchase and the receipt acknowledging the payment. പേയ്മെൻറ്റിന് നമുക്ക് എന്തൊക്കെ അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ വൗച്ച് ചെയ്യാം. ഇഫ് ദ പർച്ചേസ് ഈസ് മെയ്ഡ് ത്രൂ ഏജൻറ്റ്, ഹിസ് കമ്മീഷൻ ഷുഡ് ബി ക്യാപിറ്റലൈസ്. ഏജൻറ്റ് വഴിയാണെങ്കിൽ അവരുടെ കമ്മീഷൻ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കണം. ആൻഡ് ദ ഏജൻറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് റിസിപ്റ്റ് ഗിവൺ ബൈ ഏജൻറ്റ്സ് ഹാവ് ടു ബി വെരിഫൈഡ് വിത്ത് ദ എൻട്രീസ് ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ ഏജൻസിൻ്റെ അക്കൗണ്ട്, റെസിപ്റ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്തതും അതുപോലെ തന്നെ വെരിഫൈ ചെയ്തതൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യാം. ഓക്കെ, ദെൻ 14th വൺ, 14th പറയുന്നത് പേയ്മെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. പേയ്മെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. In regard to the payment made for hire purchase, the agreement and the receipt received from the hire trader should be examined. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റം വഴി നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ ഹയർ ചെയ്യാം. The auditor should see that the installments paid include the interest also and the interest is charged to revenue account.
ഓഡിറ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അടക്കം, ആൻഡ് ദ ഇൻട്രസ്റ്റ് ഈസ് ചാർജ് ടു റവന്യൂ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് നമ്മളെവിടെ ചാർജ് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ചാർജ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് 15ാമത് വരുന്നതാണ് അഡ്വർടൈസിങ്. ഓക്കെ, അഡ്വർടൈസിങ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് 1 അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, 2 പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, 3 പാറ്റൻസ് ആൻഡ് കോപ്പി റൈറ്റ്സ്, 4 പേയ്മെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ഇനി അടുത്തത് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അത് ഹ്യൂജ് എമൗണ്ട് ആണ് കൂടുതലും ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ അഡ്വക്കേറ്റ് കൺട്രോൾ ഹാസ് കെപ്റ്റ് ഓൺ ഹിസ് എക്സ്പെൻഡിച്ചർ. ഇത്തരത്തിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകൾക്കുള്ള പ്രോപ്പർ അഡ്വക്കേറ്റ് കൺട്രോൾ ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് അബ്നോർമൽ എക്സ്പെൻഡിച്ചർ, എ പാർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ട്രാൻസ്ഫർ ഫ്രം വൺ അക്കൗണ്ടിങ് പീരീഡ് ടു അനദർ അക്കൗണ്ട് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നിന്ന് വേറെ അക്കൗണ്ടിങ് പീരീഡിലേക്ക് ഇതുപോലെയുള്ള അബ്നോർമൽ എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൺലി എ പാർട്ട് ഈസ് ഷോൺ ഇൻ ദ കറണ്ട് ഇയർ. കറണ്ട് ഇയറിൽ അതിൻ്റെ പാർട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അത്തരത്തിൽ വരുന്ന എക്സ്പെൻഡിച്ചറുകൾ പറയുന്ന പേരാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. The auditor should verify the company's advertising policy. He should verify the bill from the press or advertising agents. ബില്ലിൽ നിന്ന് പ്രസ്സിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏജൻസിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള റെസിപ്റ്റുകൾ, അതിൻ്റെ കോപ്പികൾ വൗച്ച് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വർടൈസിങ് പോളിസി എന്തൊക്കെയാണ് അതിൽ വരുന്ന പോളിസികൾ അത് നമ്മൾ കറക്റ്റായിട്ട് വൗച്ച് ചെയ്യാം. ഓക്കെ. ദെൻ 16th one, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. There are different types of loan. Interest on loans as per agreement has to be paid. അതായത് പല രീതിയിലുള്ള ലോണുകളുണ്ട്. അതിനൊക്കെയും എന്ത് തന്നെ വരുന്നുണ്ട്? ഇൻട്രസ്റ്റും വരുന്നുണ്ട്. ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡസ് നോട്ട് ഡിഫർ ഫ്രം വൺ ഗിവൺ ഇൻ ദ ലോൺ എഗ്രിമെൻറ്റ്. ഓരോ ആളുകൾക്കും ഓരോ ലോണിന് എത്രയാണോ എന്നുള്ളത് അതിൻ്റെ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ടാവും. ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ഡിബഞ്ചേഴ്സ്, ദ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് വെരിഫൈഡ് ആൻഡ് ദ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ആൻഡ് പാസ്ബുക്ക് ഷുഡ് ആൾസോ ബി വെരിഫൈഡ്. ഇൻട്രസ്റ്റ് രജിസ്റ്ററും അതുപോലെ തന്നെ പാസ്ബുക്കും നമ്മൾ അതുപോലെ വെരിഫൈ ചെയ്തിരിക്കണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസിങ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ദെൻ 17th one, that is dividend paid. Generally, dividends are paid through bank and the auditor should compare the bank passbook and dividend balance. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ബാങ്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദ ഓഡിറ്റർ ഷുഡ് കമ്പയർ ദ ബാങ്ക് ആൻഡ് പാസ്ബുക്ക് ആൻഡ് ഡിവിഡൻഡ് വാറൻറ്റ് കമ്പയർ ചെയ്യുന്നു. ഇൻ ദ കേസ് ഓഫ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ബാലൻസ് ഇൻ പാസ്ബുക്ക്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? പാസ്ബുക്കിൽ എഴുതിയിരിക്കും. ഓക്കെ. ദെൻ 18th one, rates and tax. The rates and tax are municipal taxes for the conducting of a business. ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സ് മുനിസിപ്പൽ ടാക്സ്. ഓക്കെ. ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ബിൽസ് ആൻഡ് ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ നെയിമിൽ വെരിഫൈ ചെയ്യുക ബില്ലുകളും അതുപോലെ തന്നെ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. ഹി ഷുഡ് ആൾസോ വെരിഫൈ ദ പേയ്മെൻറ്റ് ഫോർ ദ ബിൽസ് വിത്ത് ദ റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ മുനിസിപ്പാലിറ്റി. ഹി ഷുഡ് ആൾസോ വെരിഫൈ ദ പീരീഡ് ഫോർ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. അതായത് എവിടെ നിന്നാണ് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നത് അത് നമ്മൾ വെരിഫൈ ചെയ്യുക, ബില്ലുകൾ വെരിഫൈ ചെയ്യുക മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അതുപോലെ തന്നെ ഹി ഷുഡ് ആൾസോ വെരിഫൈ ദ പീരീഡ് ഫോർ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഏതൊരു പീരീഡിലാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് റേറ്റ്സ് ആൻഡ് ടാക്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. എങ്ങനെയാണ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ഓഫ് ടാക്സ് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഇൻകം ടാക്സ്, പിന്നൊന്ന് സെയിൽസ് ടാക്സ്. ഓക്കെ. എന്താണ് ഇൻകം ടാക്സ്? ദ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. 2ാമത്തെ സെമ്മിലാണ് നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ? ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും 2 സെമ്മുകളിലൂടെയാണ് നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി അതിൽ വരുന്നത് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ക്യാൻ ബി മെയ്ഡ് എയ്തർ ഇൻ അഡ്വാൻസ് ഓർ ഓൺ ദ ഫൈനൽ അസസ്മെൻറ്റ്. ഒന്നല്ലെങ്കിൽ അത് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ ഫൈനൽ അസസ്മെൻറ്റിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് നടത്താം.
In regard to the payment of income tax, the auditor should examine the accounting year for which the payment has been made. ഏത് അക്കൗണ്ടിങ് ഇയറിലാണ് ഇൻകം ടാക്സ് കൊടുത്തതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ he should see the demand notice and receipted challan in respect of the payment made through banks or treasury. ബാങ്ക് വഴിയോ ട്രഷറി വഴിയോ കൊടുത്തിട്ടുള്ള റെസിപ്റ്റ് ചലാനൊക്കെ ഒരു ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം. If advance income tax is paid, it should be verified with the help of demand notice and receipted challan in respect of payment through bank or treasury. ബാങ്ക് വഴി ട്രഷറി വഴിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പിന്നെ നോട്ടീസുകളും പ്രോപ്പറായിട്ടുള്ള രജിസ്റ്ററുകളും മെയിൻറ്റെയിൻ ചെയ്യണം. If a penalty or fine or interest is paid for the late payment of default in payment of income tax, it is debited to interest account of penalty account. അതായത് ലേറ്റ് പേയ്മെൻറ്റ് ഡീഫാൾട്ട് അതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് പെനാൽറ്റി അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ രണ്ടാമത് വരുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിലെ സെയിൽസ് ടാക്സ്. എന്താണ് സെയിൽസ് ടാക്സ്? The payment of sales tax for goods sold are subject to the sales tax. The sales tax should be vouched with the returns filed by the client. He should be receipted challan treasury or bank. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഗുഡ്സുകൾ സോൾഡ് ചെയ്യുക സെയിലിന് വേണ്ടിയിട്ട് അതിനാണ് സെയിൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റിട്ടേൺ പോളിസികളും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യണം, വൗച്ചിങ് നടത്തണം. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് പെയ്ഡ്, റൈറ്റ്സ് ആൻഡ് ടാക്സ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ദാറ്റ് ഈസ് ഇൻകം ടാക്സ് ആൻഡ് സെയിൽ ടാക്സ്. ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? പെറ്റി ക്യാഷ് ബുക്ക് ടു ദ സപ്ലിമെൻ്ററി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് ടു റെക്കോർഡ് പെറ്റി എക്സ്പെൻസസ്. അതായത് നമുക്കത്ര സാരമില്ലാത്ത എക്സ്പെൻസുകൾ റൈറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, പെറ്റി ക്യാഷ് ബുക്ക്. നിങ്ങൾക്കറിയാം, ജനറലി ദ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് ദ മെയിൻ ക്യാഷ് ഹാവ് എ ഡെഫിനിറ്റ് സം ഓഫ് മണി ടു ദ പെറ്റി ക്യാഷ്. മെയിൻ അക്കൗണ്ടൻ്റ് ഒരു കുറച്ച് പണം പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്നു. ഹി മേക്സ് സ്മോൾ എക്സ്പെൻസസ് അഗൈൻസ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് ദ സെയിം ഈസ് റെക്കോർഡഡ് ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക്. ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വൗച്ചർ നോക്കുക, പിന്നെ കാര്യമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് പെറ്റി ക്യാഷ് കൊടുക്കുക. അതായത് ഒരു ഈ സിസ്റ്റം വഴി നമ്മളൊരു പീരീഡിൽ മെയിൻ ക്യാഷ്യർ ഒരു ഡെഫിനിറ്റ് എമൗണ്ട്, ഇപ്പോൾ ഒരു 10,000 20,000 ഡെഫിനിറ്റ് എമൗണ്ട് പെറ്റി ക്യാഷ് കൊടുക്കും. അത് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് ചെറിയ ചെറിയ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ദ പെറ്റി ക്യാഷ് സബ്മിറ്റ് ദ വൗച്ചേഴ്സ് ടു ദ മെയിൻ ക്ലസ്റ്റർ, മെയിൻ ക്യാഷ്യർ. അതായത് പെറ്റി ക്യാഷ്യർ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വൗച്ചേഴ്സ് മെയിൻ ക്യാഷ്യർക്ക് കൊടുക്കുന്നു. ആൻഡ് ദ മെയിൻ ക്യാഷ്യർ ആഫ്റ്റർ വെരിഫൈ ദ വൗച്ചർ ദ എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ടു റീഇംബേഴ്സ് ടു പെറ്റി ക്യാഷ്യർ. അപ്പോൾ എത്ര എമൗണ്ട് ചിലവാക്കി എന്നുള്ളത് മെയിൻ ക്യാഷ്യർ നോക്കിയിട്ട് പെറ്റി ക്യാഷ്യർക്ക് അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. ദിസ് ഈസ് എ ഗുഡ് സിസ്റ്റം ഓഫ് ഇന്റേണൽ ചെക്ക് സിൻസ് ദർ ആർ നോ പ്രോപ്പർ വൗച്ചേഴ്സ് ഫോർ പേയ്മെൻറ്റ്. ദ ചാൻസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഈസ് ക്യാഷ് ആക്സിസ്റ്റ്. അല്ലേ, പല രീതിയിലുള്ള മൽ പ്രാക്ടീസുകൾ നടത്താം. ഒരുമിച്ച് പൈസ കൊടുത്തിട്ട് പിന്നെ അത് ചിലവാവാതെ ചിലവായി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പല രീതിയിൽ നമുക്ക് മൽ പ്രാക്ടീസ് നടത്താം. ഒരു ചാൻസാണ് എന്ത് ശരിക്കും ഈ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പെറ്റി ക്യാഷ് ബുക്കിൽ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള രീതിയിൽ. ആദ്യം പറയുന്നത് ഹി ഷുഡ് സീ ദാറ്റ് ദ പെറ്റി ക്യാഷ് റിസീവ്ഡ് ബൈ ദ പെറ്റി ക്യാഷ്യർ ഫ്രം ദ മെയിൻ ക്യാഷ്യർ ഈസ് എൻറ്റർഡ് ഇൻ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ദ സെയിം ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് പെയ്ഡ്. അല്ലേ, മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്ന എമൗണ്ട് പ്രോപ്പറായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പെറ്റി ക്യാഷ്യർ ഐഡൻറ്റിഫൈ ചെയ്യണം. He should insist that all petty cash payments above ₹2 are supported by proper vouchers. 2 രൂപയിൽ കൂടുതലുള്ള എല്ലാ എക്സ്പെൻസുകളും സപ്പോർട്ടിങ് വൗച്ചർ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ he should check some vouchers of petty cash made selected at റാൻഡം വൈസിൽ കുറച്ച് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. Then next, if the vouchers for expenses are not available, he should call summary from petty cashier which should be signed by a responsible officer. റെസ്പോൺസിബിൾ ഓഫീസറുടെ സഹായത്തോടു കൂടി നമുക്കതിൽ സൈൻ ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നു, he should see that the petty cash book is periodically checked by the main cashier to ensure that the petty cash payments are genuine. പെറ്റി ക്യാഷ് ബുക്ക് ജെനുവിൻ ആണോ എന്നുള്ളത് നമ്മൾ പീരിയഡിക്കലായിട്ട് ചെക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ദ ഓഡിറ്റർ ഷുഡ് ഫിസിക്കലി കൗണ്ട് ദ ക്യാഷ് വിത്ത് ദ പെറ്റി കാഷ്യർ ആൻഡ് ഇറ്റ് ക്ലോസിംഗ് ഡേറ്റ്. ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ ഹി വിൽ ബി ഹെൽഡ് ലിയബിൾ ഫോർ കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. അതായത് ദ ഓഡിറ്റർ ഷുഡ് ഫിസിക്കലി കൗണ്ട് ദ ക്യാഷ് വിത്ത് പെറ്റി കാഷ്യർ ആൻഡ് ഇറ്റ്സ് ക്ലോസിംഗ് ഡേറ്റ്. ആ ക്ലോസിംഗ് ഡേറ്റിൽ അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ, അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഹി വിൽ ബി ഹെൽഡ് ലിയബിൾ ഫോർ breach of duty. This was upheld in the case London Oil Storage. ഓക്കെ. ക്ലോസ് ചെയ്യുന്ന സമയത്ത് പെറ്റി ക്യാഷ് ബുക്കിന് കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ ഹി വിൽ ബി ഹെൽഡ് ലിയബിൾ ഫോർ കൺസ്യൂമിങ് സെയിൽസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ്. ഓക്കെ. അതായത് ഞാൻ പറയാം, പെറ്റി കാഷ്യർ ക്ലോസിംഗ് ഡേറ്റിൽ ക്യാഷ് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, ആ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും ലയബിൾ ആയിരിക്കും എന്നർത്ഥം. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഓഡിറ്റേഴ്സ് ഫീസ്. Okay. Auditor's fees means the remuneration payable to the auditor for conducting audit of a firm. ആ ഒരു ഓഡിറ്റ് ഫേമിൽ ഓഡിറ്റർക്ക് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്താണോ അതിനെയാണ് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. There is a lot of controversy as to whether the remuneration paid to auditor is charged to current year profit and loss account pertaining. അല്ലേ, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. തർക്കം നടക്കുന്ന ഒരു സംഭവമാണ് എവിടെ എഴുതണം എന്നുള്ളത്. ഒരു കോൺട്രവേഴ്സി വന്നതാണ്. അതായത് വെദർ ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഓഡിറ്റർ ഈസ് ചാർജ്ഡ് ടു കറണ്ട് ഇയർ. അതായത് റെമ്യൂണറേഷൻ ഓഡിറ്റർക്ക് കൊടുക്കുന്നത് കറണ്ട് ഇയറിലെ പ്രോഫിറ്റിന് ചാർജ് ചെയ്തിട്ടാണോ അതോ നമ്മളൊരു സർട്ടൻ എമൗണ്ട് ആയിട്ട് കൊടുക്കുകയാണോ എന്നുള്ളത്. ജനറലി ഓഡിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ക്ലോസിംഗ് ദ ബിസിനസ് പീരീഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ ദർഫോർ ഓഡിറ്റ് ഫോർ ദ പ്രീവിയസ് പീരീഡ് ഈസ് കണ്ടക്ടഡ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ പീരീഡ്. എപ്പോഴും ഓഡിറ്റ് നടക്കുമ്പോൾ ഈ വർഷത്തെ ഓഡിറ്റ് നമ്മൾ അടുത്ത വർഷം തന്നെ നടത്തിയിരിക്കണം. ദർഫോർ ഓഡിറ്റ് ഫോർ ദ പ്രീവിയസ് പീരീഡ് ഈസ് കണ്ടക്ടഡ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ പീരീഡ്. Conducting of auditing is a continuous process and if the previous financial year audit work begins on next year, such remuneration should be debited to the planned profit and loss account. If the subsequent year should be debited to the profit and loss account subsequent year during which the accounts are audited. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് പീരീഡിലെ ഓഡിറ്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇഫ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഓഡിറ്റ് വർക്ക് ബിഗിൻസ് ഓൺ ദ നെക്സ്റ്റ് ഇയർ, സച്ച് റെമ്യൂണറേഷൻ ഷുഡ് ബി ഡെബിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് ദ സബ്സിക്വൻറ്റ് ഡ്യൂറിംഗ് വിത്ത് ദ അക്കൗണ്ട്സ് ആർ പെയ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആർ audited. Anyhow, the payments of audit fees is not so important and controversial in its treatment. Such remuneration should be charged to revenue account of the company or firm. അധികവും ഈ ഓഡിറ്റേഴ്സ് ഫീസൊന്നും നമ്മുടെ വൗച്ചിങ്ങിൽ അല്ലെങ്കിൽ ഇതിൽ അധികം വരാറില്ല. അതെപ്പോഴും വരുന്നത് നമ്മളുടെ അതായത് ഓഡിറ്റേഴ്സ് ഫീസ് എന്നൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഫിനാൻഷ്യൽ ഇയേഴ്സിൽ ഓഡിറ്റ് വർക്ക് ബിഗിൻ ചെയ്ത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇതായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഷുഡ് ബി ഡെബിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇഫ് ദ സബ്സിക്വൻറ്റ് ഇയർ ഡ്യൂറിംഗ് വിച്ച് അക്കൗണ്ട്സ് ആർ ഓഡിറ്റ്. എല്ലാ വർഷവും നമ്മളിതുപോലെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വർഷത്തെ അടുത്ത വർഷത്തെ ഡെബിറ്റ് ചെയ്യുന്നു. എനി ഹൗ ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോൺട്രവേഴ്സ്യൽ ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്.
അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. സച്ച് റെമ്യൂണറേഷൻ ഷുഡ് ബി ചാർജ്ഡ് ടു റവന്യൂ അക്കൗണ്ട് ഓഫ് ദ മെഷീനറി ഓർ ഫേം, ബട്ട് ഇൻ എനി കേസ് ഓഡിറ്റ് ഫീസ് ഡ്യൂ ടു നെക്സ്റ്റ് ഇയർ ഷുഡ് നോട്ട് ബി ഡെബിറ്റഡ് ടു ദ കറണ്ട് ഇയേഴ്സ് പൊസിഷൻ, കറണ്ട് ഇയേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അതായത് ഈ നമ്മൾ റെമ്യൂണറേഷൻ ചാർജ് ചെയ്യുന്നത് കമ്പനിയിലെ ഫേമിൽ ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ഓഡിറ്റ് ഫീസ് ഡ്യൂ ടു നെക്സ്റ്റ് ഇയർ ഷുഡ് നോട്ട് ബി ഡെബിറ്റഡ് ടു കറണ്ട് ഇയേഴ്സ് അക്കൗണ്ട്. വെരിഫിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് നമ്മൾ പ്രോപ്പർ തന്നെയാണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് കുറച്ച് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. കാര്യമായിട്ടൊന്നുമില്ല ഓഡിറ്റേഴ്സ് ഫീസിൽ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് 1 അക്വിസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, 2 പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, 3 പാറ്റൻസ് ആൻഡ് കോപ്പിറൈറ്റ്സ്, 4 പേയ്മെൻറ്റ് അണ്ടർ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്, 5 അഡ്വർടൈസിങ്, 6 ഇൻട്രസ്റ്റ് ഓൺ ലോൺ, 7 ഡിവിഡൻഡ് പേ, 8 റേറ്റ് ആൻഡ് ടാക്സസ്, 9 പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇൻകം ടാക്സും സെയിൽസ് ടാക്സും, പെറ്റി ക്യാഷ് ബുക്ക്, ദ ലാസ്റ്റ് ഓഡിറ്റേഴ്സ് ഫീസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എടുക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങും. ദാറ്റ് ഈസ് വോയിസിങ് ഓഫ് ട്രേഡിംഗ് കൺസേൺസ്, നോൺ ക്യാഷ് ഐറ്റംസ് അല്ലെങ്കിൽ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.